ഹലോ എവ്രി വൺ, ദിസ് ഇസ് മാഷ്മെല്ലോസ്. അപ്പോൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ സ്കൂളൊക്കെ തുടക്കാറായില്ലേ, അതുകൊണ്ട് നമുക്കിന്ന് കുറച്ച് ബാക്ക് ടു സ്കൂൾ സപ്ലീസ് ഉണ്ടാക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ വരും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നെയിം സ്ലിപ്പാണ്. അപ്പോൾ ഞാനായിട്ടൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടായിരിക്കുമല്ലോ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് എത്ര ഫോൾഡ് ചെയ്തിട്ടെന്ന് എനിക്കെല്ലാം അറിയില്ല. അപ്പോൾ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതിലും വേണമെങ്കിൽ കൊച്ചാക്കി ചെറുതായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി എന്താ വേണ്ടത് വെച്ചാൽ സംഭവങ്ങളൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സംഭവം നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നല്ലേ വെക്കേഷനൊക്കെ കഴിഞ്ഞു പോയത്. വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈവനിങ് സാറ്റർഡേ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗൊക്കെ വരുന്നതായിരിക്കും, എല്ലാവരും മറക്കാണ്ട് കാണണം കേട്ടോ. ഇനി എന്തിനെങ്കിലും ഒരു കുഞ്ഞ് അടപ്പെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കോർണറിലായിട്ട് വച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് എല്ലാ കോർണറിനും ഒന്ന് വരച്ചു കൊടുക്കാതെ. ഇനി ഇതും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത റെക്റ്റാങ്കിളിൻ്റെ എല്ലാ ഈ ഒരു കോർണേഴ്സ് നമ്മളിങ്ങനെ കേർവ്ഡായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ നെയിം സ്ലിപ്പ് ആക്കണ്ടേ. കമോൺ. എല്ലാ പേപ്പറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു കുഞ്ഞ് ഇമോജി, എന്തെങ്കിലും ഒരു ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക ആനിമലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വരയ്ക്കാം. സോ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ആയതുകൊണ്ട് നമ്മളിതിൽ കുറച്ച് പെൻസിൽസൊക്കെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം വരച്ചിട്ട് കാണാം. ഞാൻ ഇതിലൊരു ക്യൂട്ടായിട്ടുള്ള ടെഡി ബെയർ ആട്ടോ വരച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിനൊന്ന് കളർ ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് ചെറുതായിട്ട് കളർ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ബ്രൗൺ കളർ ഇട്ടിട്ടാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലെല്ലാത്തും ഒന്ന് നല്ലപോലെ കളർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് വേണ്ട എന്താ വെച്ചാൽ നമുക്ക് നെയിം സ്ലിപ്പ് ആക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് സൈഡിലായിട്ട് കുറച്ച് റൈറ്റിങ്സും കൂടി ഉണ്ട്, നമുക്ക് എഴുതാം. സോ ഫസ്റ്റ് നമുക്ക് എഴുതേണ്ടത് നെയിമാണ്. പിന്നെ ക്ലാസ്സാണ്. പിന്നെ ഡിവിഷൻ. പിന്നെ റോൾ നമ്പർ. അത് കഴിഞ്ഞ് സ്കൂൾ. അപ്പോൾ നമ്മൾ സ്കൂൾ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താഴായിട്ടാണ് കേട്ടോ എഴുതുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്കിനി ചെറിയ ഡിസൈൻ പരിപാടിയിലും കൂടി കൊടുക്കാം കേട്ടോ. സോ നമ്മുടെ നെയിം സ്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് ഇത് ബുക്കിൻ്റെ കവറിലൊക്കെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ക്യൂട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് ഇനി ഇതുപോലത്തെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതും കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന മെമ്മോ പാഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനത്തെ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇതിൻ്റെ എല്ലാ എഡ്ജസിലും നമ്മളൊരു കളർ കൊടുക്കണം. അപ്പോൾ നമുക്ക് അത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ലൈറ്റ് ബ്ലൂ കളർ പെയിൻറ്റിൽ കേട്ടോ ഇത് അടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ പിന്നെ ക്യൂട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടി വരുന്നത് പിങ്ക്, യെല്ലോ, ലൈറ്റ് ബ്ലൂ, പിന്നെ ലൈറ്റ് പർപ്പിൾ. ഇത്രയാണ് ആദ്യം മനസ്സിൽ വരുന്നത് കേട്ടോ. സംഭവം ഇപ്പോൾ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ മെമ്മോ പാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ഇതൊക്കെ കൊടുക്കാം കേട്ടോ. അതൊക്കെ നമുക്ക് വേറൊരു സംഭവത്തിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെ എഡ്ജസ് ഞാൻ ലൈറ്റ് ബ്ലൂവിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് വേണമെങ്കിൽ വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കാരണം വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല, ഫുൾ ബിസി ആയിരിക്കും. വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ കമൻറ്റ് ചെയ്തോളൂ. കാരണം ഞങ്ങളുടെ സ്കൂൾ നേരത്തെ തുറക്കും, മെയിൽ തന്നെ. രണ്ട് സൈഡിലും പെയിൻറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡും യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. എനിക്കിപ്പോൾ മടിയായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. നീണ്ട പരിശീലനത്തിന് ശേഷം നമ്മൾ ഫുൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. സംഭവം എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് വെക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു ഗമ്മ് വെച്ച് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ഒരുമിച്ച് ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേ നേരത്തെ കട്ട് ചെയ്ത കാർഡ്ബോർഡ് ഇച്ചിരി ചെറുതായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം എടുത്തു കേട്ടോ. അപ്പോഴേ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മെമ്മോ പാഡ് ഇതിൻ്റെ മേളിലായിട്ടൊന്ന് ഒട്ടിച്ച് സെറ്റാക്കാം കേട്ടോ.
അപ്പോൾ ഇനി ഒരു കുഞ്ഞു പീസ് പേപ്പറും കൂടി ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇനി മെമ്മോ പാഡ് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞ് ഹെഡിങ് പോലെ കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് അലങ്കോല പരിപാടികൾ ചെറുതായിട്ടാട്ടോ കൊടുക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നതിൽ കുറച്ചായതുകൊണ്ട് പ്ലസും മൈനസും ഡിവൈഡ് സിമ്പിളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയാൽ പോരാ, എല്ലാം ഒന്ന് യൂസ് ചെയ്യാൻ വേണം. സോ ഇനി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിലെല്ലാം കൂടി എഴുതി കൊടുത്തോട്ടോ. സോ നമ്മുടെ രണ്ടാമത്തെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത സംഭവത്തിലോട്ട് കിടക്കാം. സോ ഇത്രയൊക്കെ സ്ഥിതിക്ക് നമുക്കൊരു പൗച്ചും കൂടി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ഇങ്ങനത്തെ ഒരു തുണി ആട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ എപ്പോഴും പേപ്പർ പൗച്ചൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കാം. ഇതിനെ ഒന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യും. ഇങ്ങനെ ഫോൾഡ് ചെയ്തപ്പോൾ ഓക്കെ ആവുമെന്ന് കരുതി അതുകൊണ്ട് തിരിച്ച് ഫോൾഡ് ചെയ്തു കേട്ടോ. പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ ഒരു സിബ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സിബ് ഇതിനകത്തോട്ട് ഒട്ടിച്ച് കൊടുക്കാം. സിബ് ഒട്ടിക്കാൻ കുറേ നേരം എടുത്തു. അവനെ ഒട്ടിക്കുന്ന പാർട്ട് മാത്രം കാണിക്കാത്തത്. സംഭവത്തിൽ ഞാൻ നീലമൊക്കെ കട്ട് ചെയ്ത് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്ന് ഒട്ടിച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പാർട്ടാട്ടോ. പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം നമുക്ക്. ഇപ്പോൾ വേണമെങ്കിൽ പെൻസിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത നാലാമത്തെ സംഭവത്തിലോട്ട് കിടക്കാം. കയ്യിൽ ഇങ്ങനത്തെ ഒരു നോട്ട്ബുക്ക് ഉണ്ടോ എങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു സംഭവം ഉണ്ടാക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് കവർ മേക്ക് കവറാണ്. ഇങ്ങനത്തെ ഒരു ബുക്ക് ഇത് സ്കെച്ച് ബുക്കായിട്ട് യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ കുറച്ച് മാറ്റങ്ങളും കൂടി കൊടുക്കാം. കമോൺ. ഞാൻ ഗ്ലിറ്റർ പേപ്പർ വെച്ചാട്ടോ കവർ ചെയ്യുന്നത്. ഈ ബ്ലൂ ഗ്ലിറ്റർ പേപ്പർ അത് ഫുൾ കവർ ചെയ്യാനില്ലാത്തതുകൊണ്ട് 2 കളർ വെച്ചാട്ടോ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2 സൈഡും കവർ ചെയ്യാനുള്ള മടി കാരണം ഒരു സൈഡേ കവർ ചെയ്തിട്ടുള്ളൂ. ബാക്കിൽ അത്രയ്ക്ക് മോശമൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കവർ ചെയ്തത്. നമുക്ക് ഫ്രണ്ടിലത്തെ കുറച്ച് മേക്ക് കവറൊക്കെ കൊടുക്കാം. കമോൺ. കുറച്ച് ക്യൂട്ടാക്കാനായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഓരോരോ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോഴേ ഇതിൻ്റെ ക്യൂട്ട്നെസ് കൂടുന്നത്. അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സ്കെച്ച് ബുക്ക് ആവണമെങ്കിൽ സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണല്ലോ. ഹെഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡ് ഇവിടെ മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമുക്കിവിടെ ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 7000 ഗമ്മാണ് കേട്ടോ. ഓക്കെ, ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെഡിങ് കൂടെ കൊടുത്താൽ മതി. സോ ഹെഡിങ് നമ്മൾ സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞിട്ടാട്ടോ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്ക് ഇവിടെ റെഡിയാണ്. അതായത് അപ്പോൾ നമ്മുടെ 4ാമത്തെ ഐറ്റം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്താ വെച്ചാൽ ഒരു പേപ്പർ ക്ലിപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഈ ഒരു സംഭവമായിട്ട് എടുക്കുന്നത്. ഇത് ഇങ്ങനത്തെ സാധാരണ നമ്മുടെ ക്ലിപ്പാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇങ്ങനത്തെ ബട്ടർഫ്ലൈയുടെ എങ്ങാനും ഒരു സംഭവം യൂസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇവിടെ ആയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ സെലോ ടേപ്പ് വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതെന്താ നമുക്ക് ചെയ്യേണ്ടത് കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്ക് ബുക്കൊക്കെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ക്യൂട്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻസിൽ പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ്സ് എന്ന് പറയുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള 5 സപ്ലൈസ് ആട്ടോ നമ്മളിന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ചും കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതെന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.